സുഖലോലുപമായി ജീവിക്കണം, അതിനിടിച്ചു പിഴിയണം, കിട്ടുന്നവനെ ചൂഷണം ചെയ്യണം. കിട്ടുന്ന ശമ്പളം മാത്രം പോരാ, ആ ശമ്പളം കൊണ്ട് ന്യായമായും മാന്യമായും മാത്രമേ ജീവിക്കാൻ കഴിയൂ. സ്വപ്നതുല്യമായി ജീവിക്കണമെങ്കിൽ ആകാശമാണ് അതിര്. ആ ആകാശത്തിൻ്റെ അതിരിലേക്ക് പാറിപ്പറക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ കിട്ടുന്നതെന്തും നക്കി തിന്നും. ചിലരൊക്കെ തീറ്റ ഇട്ട് കൊടുക്കും, അത് നക്കി 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 നല്ല രുചി പറ്റും. പിന്നെ കാണുന്നവരുടെ കയ്യിലിരിക്കുന്നതെല്ലാം മോഹിക്കും. ചിലർ നൽകില്ല, നൽകാനാകാത്തവരായിരിക്കും. അപ്പോൾ പിന്നെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും, പിടിച്ചു പറിക്കാൻ ശ്രമിക്കും. അങ്ങനെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞുങ്ങളാണൊപ്പമുള്ളതെന്നും അവരെ കൊണ്ടുപോയി പോലും ഇത് വാങ്ങത്തക്കവണ്ണം അശുദ്ധമാണെന്നും ഒന്നുമുള്ള ചിന്ത വരില്ല. അതുകൊണ്ടാണ് മക്കളെയും കയറ്റി 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനായി സ്വപ്ന, അതായത് കൊച്ചി കോർപ്പറേഷനിലെ ഓവർസിയർ റോഡിലെത്തിയത്. അവസാനം വിജിലൻസ് കേസായി. എന്ത് മിച്ചമായി? എന്ത് ബാക്കിയുണ്ട്? മക്കൾക്കിനി നല്ലൊരു മേൽവിലാസമുണ്ടോ? ബന്ധുക്കൾക്കുണ്ടോ ഇനി ഇതിനെ സംബന്ധിച്ചൊരു അഭിമാനം? നാട്ടുകാർക്കുണ്ടോ? ചുറ്റുപാടുകൾക്കുണ്ടോ? എന്താ നേടിയത്? നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് രുചികരമായ കാഷ്ടം സമ്പാദിക്കാൻ വേണ്ടി അവനവനെ വിൽക്കുന്ന ദുര്യോഗമാണിത്. ഇത് സർക്കാർ ജീവനക്കാരിൽ ചിലരുടെ ഒരു പ്രത്യേകതയാണ്. സർക്കാർ ജീവനക്കാരുടെ ചക്രത്തിനൊരു കണക്കുണ്ട്. ആ ചക്രത്തിൻ്റെ കണക്കനുസരിച്ച് വേണം അതിനകത്ത് ജീവിക്കാൻ. കഴിയില്ലെങ്കിൽ പണി മതിയാക്കി മറ്റെന്തെങ്കിലും പണിക്ക് പോകണം. നമുക്കൊരു അന്തസ്സും വിലയുമുണ്ട്. ആ വില 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും വിൽക്കാനുള്ളതല്ല. അങ്ങനെ ഒരാളെങ്കിലും നമ്മൾ ഇരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അത് ചെയ്യാനായി ഇത് വാങ്ങിയെന്നും ഇത് ചെയ്യാനായി മറ്റേത് വാങ്ങിയെന്നും പറയാൻ ഇടവരുത്തരുത്. അങ്ങനെയാണെങ്കിൽ അതിന് പവർ ബ്രോക്കേഴ്സും അതുപോലെയുള്ള മാഫിയ തലവന്മാരുമായി നമ്മൾ മാറി ആ പ്രവൃത്തിയിലേക്ക് ചെല്ലണം. സ്വപ്ന എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് പിടിച്ചത്. 15,000 രൂപയാണ് കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചത്. നമ്മൾ വിചാരിക്കും വെറും 15,000 അല്ലേ എന്ന്. പലതവണ 15,000-ഉം 10,000-ഉം വാങ്ങി അതൊക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ ദൈവം അവസരം കൊടുത്തതിന് ശേഷമാണ് ഒരുപക്ഷെ 201-ാമത്തെ 15,000 രൂപയായി ഇതിനെ പിടിക്കുന്നത്. ഇത്തരം ആളുകളെ പിടിക്കണം, സർവീസിൽ വെച്ചേക്കരുത്, മറ്റ് നടപടികളിലേക്കും കടക്കണം. ഒപ്പം ഇത് ചെയ്യുന്നവരെന്ന് ആലോചിക്കണം, ഇതുകൊണ്ട് എന്താണ് മിച്ചമുള്ളത് എന്ന്. അവസാനം ഇതുപോലെ എത്തിച്ചേരുമ്പോൾ ബാക്കിയാകുന്നത് എന്താണ് എന്നൊരു ചിന്തയുണ്ടാകേണ്ടത് ആവശ്യമാണ്.